മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും കനേഡിയൻ പാക് പൗരനുമായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ US കോടതി ഉത്തരവിറക്കിയിരുന്നു. തഹാവൂർ ഹുസൈൻ റാണ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. US ജയിലിലുള്ള ഇയാളെ ഇന്ത്യയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ്. കുറ്റവാളികളെ പരസ്പരം കൈമാറാനുള്ള കരാർ അനുസരിച്ചാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകുന്നതെന്നും US കോടതി മുൻപ് വിധിച്ചിരുന്നു. 2008 നവംബർ 26 മുതൽ 3 ദിവസം തുടർച്ചയായി നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ ഏകദേശം 166 പേരാണ് മരണപ്പെട്ടിരുന്നത്. ഈ വിധി കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം കനേഡിയൻ പാക് പൗരൻ കൂടിയായതിനാൽ തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കാനഡ അവർക്ക് കഴിയുന്നതിൽ പരമാവധി ശ്രമിച്ചിരുന്നു. 2009 US പോലീസ് അറസ്റ്റ് ചെയ്ത റാണയെ 2011 ഷിക്കാഗോ കോടതി ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ജയിലിൽ കിടന്നും കേസിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരിപ്പോകാനുള്ള ശ്രമത്തിലാണ് ഇയാൾ പല പരിപാടികളും നടത്തിയിരുന്നത്. പല കോടതികളിൽ സമർപ്പിച്ച ഹർജികളിൽ എല്ലാം തള്ളുകയായിരുന്നു. സെപ്റ്റംബർ 23 US സർക്യൂട്ട് കോടതിയും റാണയുടെ ഹർജി തള്ളിക്കളഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇയാളെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഊർജം പകർന്നത്. ഇരു രാജ്യങ്ങളിലെ നിയമവകുപ്പ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസികളും അടുത്തിടെ ന്യൂഡൽഹിയിലെ US എംബസിയിൽ റാണയുടെ വിട്ടുകിട്ടാൻ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു എന്നാണ് ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡിസംബർ അവസാനം റാണയെ ഇന്ത്യയിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉണ്ടായത്. മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നയാളെ US പോലീസ് 2009 കസ്റ്റഡിയിലെടുത്തിരുന്നു. 63-കാരനായ റാണയുടെ ബാല്യകാല സുഹൃത്താണ് ഹെഡ്ലി. ഇയാളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റാണയിലേക്ക് അന്വേഷണം നീങ്ങുന്നത്. മുംബൈ ഭീകരാക്രമണത്തിലെ പങ്കിന് ഹെഡ്ലി 35 വർഷത്തെ തടവിനാണ് US കോടതി ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത്. മുംബൈ ഭീകരാക്രമണം 2008 നവംബർ 26 നടന്നിരുന്നത്. 3 ദിവസം തുടർച്ചയായി നടന്ന ആക്രമണത്തിൽ ഏകദേശം 166 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ആക്രമണം നടത്താൻ ഭീകരർക്ക് സഹായം ചെയ്തതിലും ആക്രമണം ആസൂത്രണം ചെയ്തതിലും തഹാവൂർ റാണ പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.